നല്ലവരായ സ്നേഹസമ്പന്നരായ വോട്ടർമാരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവകാശ പോരാട്ടങ്ങൾക്കായി ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ സമര പോരാട്ടങ്ങളിലെ സമര നായകൻ, പാവങ്ങൾക്കും അശരണർക്കും എന്തു വില കൊടുത്തും അവകാശങ്ങൾ വാങ്ങി നൽകാൻ ചങ്കുറപ്പോടെ നിലകൊള്ളുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വീരനായകൻ ശ്രീ കെ ബാലകൃഷ്ണൻ, നമ്മുടെ ബാലേട്ടനായിരിക്കട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ വോട്ട്. വിജയത്തിനായിരിക്കട്ടെ. രണ്ടു കൂട്ടരും ഇടതല്ലെങ്കിൽ വലത് എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യർ ഇന്ന് മാറ്റം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കണ്ട ഈ ജനാവലി എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, പാട്ടുകെട്ടുകവും ഐതാരിയിൽ നിന്ന് ഇന്ന് നമ്മൾ ആരംഭിച്ച ഈ പ്രകടനവും പഴയന്നൂരിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രകടനം, ഈ പൊതുയോഗം ഇന്ന് കണ്ട് ഇവിടെ പഴയന്നൂരിലെ മുഴുവൻ ജനങ്ങളും നമ്മളോടുള്ള കടപ്പാടും നമ്മളോടുള്ള സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വഴിയോരങ്ങളിൽ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തട്ടകത്തിൽ പഴയന്നൂരമ്മയുടെ ഏറ്റവും വലിയ ഉത്സവമായ ആറാട്ടിന്റെ കൊടി കയറുന്ന ദിവസം തന്നെ നമ്മൾ ഈ പഴയന്നൂർ പഞ്ചായത്തിന്റെ ഈ ഇന്നത്തെ പരിപാടി നമ്മളുടെ ഇത്രയും വിജയമാക്കാൻ സാധിച്ചുവെങ്കിൽ പഴയന്നൂരമ്മയെ സാക്ഷി നിർത്തി പറയുന്നു, ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി, മെയ് 4-ാം തീയതി ഇവിടെ വോട്ടെണ്ണുമ്പോൾ ഇതിലും വലിയ ആഹ്ലാദത്തോടുകൂടി നമ്മൾ പ്രകടനവും പൊതുയോഗവും നടത്തി നമ്മളുടെ MLA ആയി നമ്മുടെ കെ ബാലകൃഷ്ണനെ തിരഞ്ഞെടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. വിശ്വാസികളെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ സാദര നമസ്കാരം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും മുന്നേറ്റം തടയിടാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന രണ്ട് മുന്നണികളെ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. LDFും UDFും എങ്ങനെയൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ കുതിപ്പ് തടയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കരുതെന്ന് കരുതി ഇന്ത്യ സഖ്യം കൃത്യമായിട്ട് പണിയെടുത്ത് നോക്കിയിട്ടും ഈ ചേലക്കരയിൽ അത് ഏശിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രാവശ്യം ചേലക്കരയിൽ താമര തന്നെ വിരിയുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവരെയും സൈബർ ആക്രമണങ്ങളിൽപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്നതിൽ കവിഞ്ഞ് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു തെളിവ് പോലും, അഴിമതിയുടെ ഒരു തെളിവ് പോലും ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കൽ ഒരിടത്ത് താമര വിരിയിച്ചാൽ അവിടെ പിന്നീട് താമര മാത്രമേ വിരിയൂ എന്നുള്ളതിന്റെ പേടിയും കൂടിയാണ് ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെയും ഒക്കെ ജയിക്കുന്നതിൽ തടസ്സം ചെയ്യാൻ ആഗ്രഹിക്കുന്നു.